ഈ പായസം ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവല്ലേ? ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പാലട പായസത്തെക്കുറിച്ചാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ കൂടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയും പിന്നെ ഒരു പഴവും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വീണ്ടും ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പാലട പായസം ഉണ്ടാക്കാനായിട്ട് നല്ല കുഴിയുള്ള ഒരു കുക്കർ എടുക്കുക. അല്ല നിങ്ങൾ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആവാം, അതായത് ഉരുളിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലേക്ക് ഞാനിപ്പോൾ 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അപ്പം അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 200 തൊട്ട് 300 ഗ്രാം വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തൽക്കാലത്തേക്ക് 250 ഗ്രാം ചേർത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പം പഞ്ചസാരയും പാലും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് എങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് വിസിൽ വരില്ല, കാരണം നമ്മൾ 45 മിനിറ്റ്സ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വിസിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, പക്ഷേ വിസിൽ വരില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ടേ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നിങ്ങളിത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാലട വന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം ആണ്. ഇത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം 10 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 10 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒരു 15 to 20 മിനിറ്റ്സ് ഇങ്ങനെ മെല്ലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുമ്പോഴത്തേന് ഇതാ നമ്മുടെ പാലടയും വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി പിങ്ക് കളറായി വരുന്നുണ്ടാവേ. നമ്മളിപ്പോൾ കുക്കറിനകത്ത് പാലും പഞ്ചസാരയും ചേർത്ത് വെക്കുന്ന സമയത്ത് തന്നെ അത് കാരമലൈസ് ആയിട്ട് ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറായി കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ അടയുടെ കൂടെ ചേർത്തിട്ട് പിന്നെയും വീണ്ടും ഒരു 15-20 മിനിറ്റ്സ് ഇങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് കളർ വന്നു തുടങ്ങും. അപ്പോൾ ഡാർക്ക് പിങ്ക് എന്നല്ല, നമുക്ക് പീച്ച് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് പാലടയൊക്കെ വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് മുമ്പായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും നെയ്യും ചേർത്ത് കൊടുത്താൽ സദ്യ സ്പെഷ്യൽ പാലട പായസം റെഡി. ഇതിൻ്റെ കൂടെ ബോളി ഉണ്ട്, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ടാറ്റാ.